പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിക്കുമല്ലോ. എക്സോഡസ് ചാപ്റ്റർ 2 verse 23 through 25. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല കേടുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവമാണ്. Someone please read verse 24 in English. So God heard their groaning, and God remembered his covenant with Abraham, Isaac, and Jacob. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. The God who hears our prayers. നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറുപടിയുണ്ട്. Our tears and prayers, there is God will respond to that. പലപ്പോഴും നാം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ നാം ക്ഷീണിക്കാറുണ്ട്, പ്രാർത്ഥന നിർത്താറുണ്ട്. We often become weary and cease prayer when we don't get our prayers answered. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിച്ചാൽ കുടുംബം ഏതാണ്ട് 70 പേരടങ്ങിയ കുടുംബം ഇസ്രായേൽ ദേശത്ത് കുടിയേറി പാർത്തു. In the life of people of Israel, 70 people came from Egypt to Egypt. അവർ വർദ്ധിച്ച് ഗോശൻ ദേശത്ത് വളർന്നു സന്തോഷമായിരിക്കുന്ന വേളയില് പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. They came to Goshen, they settled down in the land of Goshen, and they multiplied and became a large number of people group. But things changed so drastically at some point. യോസഫിനെ അറിയാത്തൊരു രാജാവ് വന്നു. Like a Pharaoh who did not Joseph came to power. ഇസ്രായേൽ മക്കളുടെ വളർച്ചയിൽ അസൂയപൂണ്ട ഫറോ ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. And Pharaoh, who was jealous of the prosperity of the Israelites, began to persecute them. റൂത്ത്ലെസ് മാസ്റ്റേഴ്സിനെ കൊണ്ട് അവരെ കഠിന വേല ചെയ്യിച്ചു. The slave masters forced these people to work hard. മിഡ്വൈഫ്സിനെ വെച്ച് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ ഒക്കെ കൊന്ന് മുടിക്കാൻ തുടങ്ങി. He began to destroy the male children born to the Israelites through instructing the midwives what to do. ഇതൊന്നും വിജയിക്കാതെ വന്നപ്പോൾ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. King ordered killing all children below 2 years old. അതൊന്നും ഇസ്രായേൽ മക്കളെ ദൈവജനത്തെ നശിപ്പിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ ഇതിന് ഒന്നും കഴിഞ്ഞില്ല. None of those tactics that Pharaoh used could destroy God's people. കഴിഞ്ഞ പകൽ ഞാൻ ഓർപ്പിച്ചു, ദൈവവും വിളിയുള്ളവനെ ദൈവത്തിന്റെ ജനത്തെ തകർക്കാൻ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഒരു ന്യായത്തിനും ഒരു നിയമത്തിനും ഒരു ശക്തിക്കും അല്ല, പൈശാചിക ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയത്തില്ലെന്ന് ഇന്നലെ ഞാൻ ഓർപ്പിച്ചത് ഒന്നുകൂടെ ഓർപ്പിക്കുക. ഒരു തടസ്സത്തിനും ഒരു പീഡയ്ക്കും ഒരു പ്രശ്നത്തിനും ദൈവസഭയെ മുടിക്കാൻ കഴിയത്തില്ല. No powers of the world can destroy God's people and God's work. പീഡയുടെ നടുവിലും ഇസ്രായേൽ മക്കൾ വർദ്ധിച്ച് പെരുകി. In the midst of their own persecution, they multiplied and prospered. ദീർഘ നാളുകൾ അവസ്ഥകൾക്ക് ഒരു മാറ്റവുമില്ലാതെ പീഡകൾ തുടർന്നു. And these difficulties continued for a long time. അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. കാരണം അവർക്ക് അതിന്റെ അന്ത്യം എന്തായിരിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. And they began to lose any hope or expectation because they didn't know how this will come to an end. എത്ര നാളിങ്ങനെ തുടരുമെന്നും ഒരു പിടിയുമില്ല. കാരണം ഇന്ന് നമ്മുടെ കയ്യില് തിരുവെഴുത്തുള്ളതുപോലെ അതിന്റെ അന്ത്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അവർക്ക് അവരുടെ കയ്യിൽ തിരുവെഴുത്തില്ല. They didn't have the scriptures as we have to know
when the sequence of things that will happen, they didn't have that kind of resources. ആകെക്കൂടെ അവർക്കുള്ളത്, അവരുടെ കയ്യിലുള്ളത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് പിതാക്കന്മാർ പറഞ്ഞു കൊടുത്ത ചില ദൈവിക പ്രവർത്തികളെ കുറിച്ചുള്ള അറിവ് മാത്രമാണ് The അവർക്കുള്ളത്. only knowledge they have is that is handed over to generations from the life of Abraham, Isaac and Jacob. ആ ഒരു കൈമാറി കിട്ടിയതായ കാര്യങ്ങളും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, 400ഓളം വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയത് ആരും ഓർത്തിരിക്കാനാണ്. And those oral instructions and experience, stories of this experience took place almost 430 years ago. എങ്കിലും അവർ ദൈവത്തെ മറന്നില്ല. But they did not forget God. കഷ്ടത വർദ്ധിക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ വേലയുടെ കാഠിന്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് പിതാക്കന്മാര് പറഞ്ഞു കൊടുത്ത ദൈവത്തോട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. And they began to cry out to God in their despair based on the knowledge of a God that handed over to them by their ancestors. മറുപടി താമസിക്കും തോറും അവരുടെ ഉള്ളിൽ ഒരു ചിന്ത, ഇങ്ങനൊരു ദൈവമുണ്ടോ? As the response of God was delayed, they began to wonder, is there a God like that as we are told? ഞങ്ങളുടെ കഷ്ടം ദൈവം കാണുന്നുണ്ടോ? God is really seeing our suffering. ഈ ദൈവം നമ്മെ ഇനി വിടുവിക്കുമോ? This God, is he going to deliver us? എന്നും ഈ അടിമത്തത്തിൽ ഇങ്ങനെ ആയിരിക്കുമോ ഇനി നാം? Oh, are we going to continue in this slavery for the rest of our lives? ദൈവങ്ങളെ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നിട്ടില്ലേ? We often come across the same pattern of thoughts. 400 വർഷം കഴിഞ്ഞില്ലെങ്കിലും 4 വർഷം കഴിഞ്ഞ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ നമ്മുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളില്ലേ? We also have issues that we've been praying not for 40, 430 years, but maybe 4 years. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ, ഇതിന് ഇനി ഒരു മാറ്റം വരുമോ? And how we often ask, is God going to change anything? കുഞ്ഞുങ്ങളുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുമോ? സഭയുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമോ? ഇതെന്നും ഇങ്ങനെ തുടരുമോ എന്നൊക്കെ നമ്മൾ We ചോദിച്ചിട്ടില്ല. often ask the question, is God going to do something, or my life is going to be the same way? സങ്കീർത്തനക്കാരൻ ചോദിച്ചതുപോലെ ദൈവം എന്തുവേക്കും മറന്നു കളയുമോ, തള്ളിക്കളയുമോ, അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കില്ലയോ എന്നൊക്കെ ഞാൻ നിങ്ങളും ഒക്കെ And ചോദിച്ചിട്ടുണ്ട്. as psalmists ask God, are you going to forget us forever? We also often ask those questions to God. രാവിലെ 24-ാം വാക്യം എനിക്ക് നിങ്ങൾക്ക് ദൈവം തരുന്ന മറുപടിയാ, അവൻ പ്രാർത്ഥന കേൾക്കുന്ന And ദൈവം. verse 24 is an answer to all the desires and groanings of our own hearts. കണ്ണുനീര് കാണുന്ന ദൈവം, A God who sees our sorrows and tears. കണ്ണുനീരിന് മറികടക്കാത്ത ഒരു ദൈവം. And a God who will fulfill his promise. 65-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, അത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം In എന്നാണ്. Psalm 65, the psalmist addressed God as a God who answers prayers. മലാക്കി 3:16 നാം വായിക്കുന്നത്, അന്ന് യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. In Malachi 3:16 we read that the saints of God spoke to one another and God listened to their conversation. മക്കളെ, നമ്മുടെ ദൈവം ജാതീയ ദൈവങ്ങളെ പോലെ ചെവിയുണ്ടെങ്കിലും കേൾക്കാതെ, കണ്ണുണ്ടെങ്കിലും കാണാതെ, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിവില്ലാത്ത ഓമ വിഗ്രഹമല്ല. And our God is not a mute God as Gentile God, the gods worshipped by Gentiles. ബാലിന്റെയും അശേരയും പ്രതിഷ്ഠകളുടെ മുമ്പില് രാവിലെ മുതൽ ഉച്ചവരെ കരഞ്ഞ് നിലവിളിച്ച് ദേഹത്ത് മുറിവുണ്ടാക്കി രക്തം ചിന്തിയിട്ടും കേൾക്കാത്ത ദൈവങ്ങളെ പോലെ അല്ല നമ്മുടെ ദൈവം. As Baal and the gods of Asherah, the prophets who cried out from the morning till noon and inflicted wounds on them, but they did not get an answer. But our God is not that way. എന്നാൽ ഏലിയാവിന്റെ ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് യഹോവേ ഉത്തരമരണമേ എന്ന ഒരു ചെറിയ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയ ദൈവമാ ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം. God you and I serve is a God who responded to the prayer of Elijah, a short prayer. God responded by sending fire from heaven. പുറപ്പാട് 3:7-8 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവിടെ മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. In verse 7 and 8 of chapter 3, we read that God says, I saw the tears of suffering of God's people. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. Their cries have come up to me. 8-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. I'm coming down to deliver them.
മക്കളെ, നമ്മുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who come down in the midst of our problems. കഴിഞ്ഞ ദിവസം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിക്കുകയായിരുന്നു. And Pastor was meditating on chapter 17 of Exodus. അവിടെ ദൈവാത്മാ പറഞ്ഞത്, ഞാൻ ഹോരേബിൽ, അതിന്റെ 17-ാമത്തെ വാക്യം, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. But there we read that God is telling Moses that I will stand on the rock there in Horeb. ഒന്ന് ഓർത്തു നോക്കിയേ, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണോ? പാറയുടെ മേൽ നിൽക്കണോ? Does God really need to come down to bring water out of the rock? അങ്ങ് ഉയരത്തിൽ ഇരുന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടട്ടെന്ന് പറഞ്ഞാൽ സംഭവിക്കില്ലേ? And when God speaks, it will happen. Let the water come out, it will come to pass. എന്താ ദൈവമക്കളെ ആൾ തരുന്ന ദൂത്? And what that says to us? നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നീ ഒറ്റയ്ക്കല്ലെന്നാ ദൈവാത്മാവ് നിന്നോട് പറയുന്നത്. All that says is in the midst of your struggles, you are not alone. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവമാ ഞാൻ നീ സേവിക്കുന്ന ദൈവം. You and I serve a God who comes in the midst of the struggles and problems that you and I face. എന്തിനാണ് ദൈവം പാറമേൽ ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്നത്? അവർക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വേണ്ടിയാണോ? Did he just come to give them a little water to come down on that rock? ഒരു ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക്, ഒരാഴ്ചത്തേക്ക്, ഒരു മാസത്തേക്ക് ഒരു കുടം വെള്ളം മരുഭൂമിയിൽ കൊടുക്കാനാണോ സ്വർഗം വിട്ടിറങ്ങി വന്നത്? That God just came down to give them a little water to drink? 78-ാം സങ്കീർത്തനത്തിന്റെ 15-16 വാക്യങ്ങളില്, Psalm 78 verse 15 and 16, ആഴികളാൽ എന്ന പോലെ അവൻ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. And as like in the deep oceans, he gave them plenty to drink. In verse Psalm 78 we read. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു. And he's a God who bring out springs out of the rock. അത് വെള്ളം നദി പോലെ ഒഴുകി. And the water began to pour out as a river. ദൈവങ്ങളെ, അവൻ ചെറിയ ചെറിയ പാത്രങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. ഒരു ഗ്ലാസ്, ഒരു കപ്പ് വെള്ളം, ഒരു പാത്രം വെള്ളം കോരിക്കൊണ്ട് പോകുവാനായിട്ട് അവരെല്ലാം വന്നിരിക്കുക. They may have come with smaller vessels to take away some water with them. എന്നാൽ അവരുടെ വിഷയത്തിന് നടുവിൽ ദൈവം ഇറങ്ങി വന്നപ്പം ആ ചെറിയ പാത്രങ്ങളൊക്കെ ഒഴുകിപ്പോയി. Oh, but when God came down in the midst of their problems, all those small vessels were thrown away. അവിശ്വാസത്തിന്റെ ചെറിയ പാത്രങ്ങളൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് ദൈവം ഒഴുക്കിയ ആ ഉറവ നദി പോലെ അവരുടെ കൂടാരങ്ങളെ ഒഴുകാൻ തുടങ്ങി. And that began to flow into their tents. അടുത്ത വർഷങ്ങളിൽ അവരെ അനുഗമിച്ച ആ നദി അവരെ അനുഗമിക്കുകയായിരുന്നു. And we read that rock was following them. 1 Corinthians 10:1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ആ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ കുടിച്ചത് അവരെ അനുഗമിച്ച പാറയിൽ നിന്നാണ്. And in 1 Corinthians chapter 10, Apostle Paul writes that they drank from the rock. ഒരു വാക്കൂടെ ചേർത്തോടെ പറഞ്ഞു, ആ പാറ ക്രിസ്തു ആയിരുന്നു. That rock was Christ. ഹല്ലേലൂയ. Hallelujah. നിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നിന്നെ സഹായിക്കുവാൻ, നിന്റെ ആവശ്യത്തിൽ നിന്നെ സഹായിക്കുവാൻ ക്രിസ്തു നിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവം. Our God will come down in the midst of our problems. അവൻ നിനക്ക് വേണ്ടി വഴി തുറന്നാൽ, അവൻ നിനക്ക് വേണ്ടി പാറയെ പിളർന്നാൽ, നീ ചോദിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല. ചോദിച്ചതിന് നനച്ചതിന് അത്യന്തപരമായി നിന്റെ മേൽ ഒഴുക്കി തരുവാൻ കഴിവുള്ള ദൈവമാ നീ സേവിക്കുന്ന ദൈവം. And our God is the God who is exceedingly abundantly able to meet all our needs. നമ്മുടെ അവിശ്വാസത്തിന്റെ ചെറിയ പാത്രങ്ങളൊക്കെ ഒന്ന് എറിഞ്ഞു കളഞ്ഞിട്ട് We need to throw away the small little containers of our faith. ഒന്ന് കടന്നു ദൈവമക്കളെ വിശ്വസിക്കാൻ. And you trust God for greater things. ഇന്ന് പകലായിരിക്കുന്ന ആ ഞെരുങ്ങിയ അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു വലിയ വിശാലത വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God desires to bring a greater, broader blessing in your life. ഈ വായിച്ച 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങള് 4 പ്രാവശ്യമാ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്.
In verse 2, chapter 2, verse 24, God's name is pronounced different times. ദൈവം കേട്ടു, God heard, ദൈവം ഓർത്തു, God remembered, ദൈവം കടാക്ഷിച്ചു, God had mercy on them, ദൈവം അറിഞ്ഞു. God knew it. ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. Our God is a God who hears our prayers. ഈ ദൈവം എന്നെ നിങ്ങളെ ഓർക്കുന്ന ദൈവമാണ്. He's a God who remembers you and me. ഈ ദൈവം എന്നെ നിങ്ങളെ കടാക്ഷിക്കുന്ന ദൈവമാണ്. This God is a God who responds in compassion and mercy. മാത്രമല്ല എന്നെ നിങ്ങളെ അറിയുന്ന ദൈവമാണ്. And a God who knows you and me. എന്നെ ഞാൻ അറിയുന്നതിനേക്കാൾ എന്നെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. Our God is a God who knows us better than we know ourselves. നമ്മുടെ ദൈവം കേൾക്കുക മാത്രമല്ല, No, He hears. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവം. Our God is a God who fulfilled the promises given generations ago. അതുപോലെ ദൈവമക്കളെ, നമ്മുടെ വാഗ്ദത്തം നമ്മോടുള്ള വാഗ്ദത്തം നമ്മുടെ തലമുറകളോടുള്ള വാഗ്ദത്തം ദൈവം മറന്നു പോയിട്ടില്ല. And God will not forget the promises He made to you and me. ഇല്ല, താമസിച്ചിട്ടില്ല. You feel it is tarrying, but it's not tarrying. താമസിച്ചാലും അത് വരും നിശ്ചയം. Even when it tarries, it will come. 24-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനുള്ള നിയമത്തെ, വാഗ്ദത്തങ്ങളെ ദൈവം ഓർത്തു. And we read that God remembered the covenant and the promise given to Abraham, Isaac, and Jacob. എന്നും കഷ്ടതയല്ല ദൈവമക്കളെ. Life is not struggle all the time. എന്നും അടിമത്വമല്ല ദൈവമക്കളെ. It's not slavery all the time. അതിനൊരു ആരതി ദൈവം വെച്ചിട്ടുണ്ട്. And God has set a limit for those things. അത് വേഗം തീരും. It will all pass. അതോടൊപ്പം ദൈവം ഒരു ഉറവയും തുറന്നു തരും. God will open up springs of blessings for you and me. ഒരു വാക്യം കൂടെ വായിച്ചാൽ വേഗം അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ Genesis chapter 8 verse 1. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. And God, it says there, God remembered Noah and all the living things in the ark. നോഹ പെട്ടകം പണിതതും നോഹയും കുടുംബവും മറ്റ് ജീവജാലങ്ങളും ദൈവം കൽപ്പിച്ചതനുസരിച്ച് പെട്ടകത്തിൽ കടന്നതും നമുക്കറിയാം. We know the story that Noah built the ark and brought in the creatures in pairs. അതിനുശേഷം ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. And God closed the ark. നമുക്കറിയാം, പിന്നീട് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി. And it began to rain. 40 ദിവസം 40 പകലും 40 രാവും ഹെവി റെയിനായി. And 40 days and 40 nights there was heavy rain. 40 ദിവസം മാത്രമല്ല മഴ പെയ്തത്. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായിട്ടുള്ള മഴ 150 ദിവസം പെയ്തു. And even though the heavy rain ceased, it continued for 150 days. ആ ഭാഗങ്ങളൊക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ഏതാണ്ട് ഒരു വർഷം പെട്ടകത്തിലായി. And they were in the ark for almost a year. 724 വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. And water was rising, the flood was going up 150 days. കണ്ടിന്യൂസ് മഴയായിരുന്നു. It was raining continuously. അപ്പോഴെല്ലാം പെട്ടകം ഇങ്ങനെ ആടി ഉലയുകയാണ്. And the ark is going to and fro. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട് ഓരോ കാറ്റിനും ഓരോ ഓളത്തിനും അനുസരിച്ച് ഇങ്ങനെ പെട്ടകം ആടി ഉലയുകയായി ഈ ദിവസങ്ങളെല്ലാം. All this time of tumultuous time of rain, the ark is going back and forth, wavering in the winds and storms. ആ ദിവസങ്ങളിൽ ദൈവം ഒന്നും മിണ്ടിയില്ല. God did not speak anything in those days. ഭാര്യ ചോദിച്ചു കാണും, മക്കള് ചോദിച്ചു കാണും, എന്താ ദൈവം മറന്നതാണോ? And Noah may have to face questions from his family. Did God forget us? ഇനി എന്നും ഇങ്ങനെ ഒഴുകി നടക്കുകയായിരിക്കുമോ നമ്മുടെ ജീവിതം? Are we just going to float around for the rest of our lives? ഇനി നമ്മൾ ഉറക്കത്തില്ലേ? ഇനി നമ്മൾ ഉണങ്ങിയ നില കാണത്തില്ലേ? Are we ever going to see dry land? തീർച്ചയായിട്ടും നോഹ പറഞ്ഞു കാണും, അല്ല ദൈവം നമ്മെ മറക്കത്തില്ല. And Noah would have responded, no, God will not forget us. തീർച്ചയായിട്ടും ദൈവം നമ്മെ ഓർക്കും. God will remember us. ഇന്ന് ഈ കാണുന്ന ഒഴുക്കും ഈ ചാഞ്ചാട്ടവും ഒക്കെ മാറും. All this wavering and all this, what is happening right now, will change. നമ്മുടെ പെട്ടകം ഉറയ്ക്കും ഒരു ദിവസം. There is a day that our ark will be set.
തീർച്ചയായിട്ടും നോഹ പറഞ്ഞു കാണും, നീ സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, എല്ലാം നോർമൽ ആകും, എല്ലാം ഉറയ്ക്കും, എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാകും. Noah assured his family that everything is going to be all right. ഇന്ന് പകലും ആടി ഉലയുന്ന കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ചില വിഷയത്തിന് മുമ്പാകെ ഒക്കെ പതറി നിൽക്കുന്നത്, ഇനി ഇതിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവരൊക്കെ നമ്മുടെ നടുവിലുണ്ട്. There are people in the midst of us who struggle with so many issues, wondering whether they will come to a place where they can see a better days. ഒത്തിരി പേര് ആടി ഉലയുന്നുണ്ട് ദൈവമക്കളെ. There are so many shaking and going back and forth. ഇനി ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് ചുറ്റുപാടുമുണ്ട്. There are so many people around us, they won't see any good day, hope they are not expecting any good days, and they take their own lives. ഈ മാസം 9-ാം തീയതി ഞാൻ ഇവിടെ ചെയ്ത ഒരു പ്രസംഗം യൂട്യൂബിലുണ്ട്. ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ ദിവസം ഒരാള് നമുക്ക് റിക്വസ്റ്റ് അയച്ചു. And in response to one of the message we spoke, somebody sent a request. അപ്പനും അമ്മയും 3 മക്കളും രോഗത്താലും പട്ടിണിയാലും കടഭാരത്താലും ഭാരപ്പെട്ടിട്ട് ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ നോക്കിയ ഒരു മനുഷ്യൻ. A man who was, because of the suffering, illness, struggles of his life, they were about to take their life. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാൻ പലവട്ടം ശ്രമിച്ച ഒരു മനുഷ്യൻ. A man who tried to end the life many times. അദ്ദേഹം എഴുതി, പക്ഷേ ഇനി ഒരു സാധ്യതയുമില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. And he wrote and said, we don't see any possibilities of life before us. Please pray for us. ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. I'm trying to get in touch with them. എന്റെ ബ്രദർ അദ്ദേഹവുമായി സംസാരിച്ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു. Yes. പലരും പറയുന്നത് ഇന്നത്തെ ഈ പ്രശ്നം തീരത്തില്ല. Many are saying our problems will never be solved. ഇനി ഇതിനൊരു പരിഹാരവുമല്ല, അതുപോലെ പരിഹാരവുമില്ല, ജീവിതം അവസാനിപ്പിക്കുകയല്ലാതെ ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവും. Many have come to a conclusion that only choice they have is to end their lives. അല്ല ദൈവമക്കളെ, അല്ല സഹോദര, അല്ല സഹോദരി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. So taking our life is not, that won't solve any problems. കഴിഞ്ഞ ദിവസം ആക്സ് 16 പൗലോസ്ലീഹ പറഞ്ഞ ഒരു വാക്ക്, കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞ ഒരു വാക്ക്, വെള്ളിയാഴ്ച നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ചിന്തിച്ചു. കാരാഗ്രഹ പ്രമാണി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. In Acts chapter 16, we read the story of the captain of the prison almost trying to take his life, and Paul consoling him that don't harm yourself. ചില ഊഹാപോഹങ്ങളുടെ പിന്നിലാണ് കാരാഗ്രഹ പ്രമാണി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിച്ചത്. And he was trying to kill himself based on some assumptions. ഊഹാപോഹത്തിന്റെ പിന്നാലെ പോയി ജീവിതമാർഗം അവസാനിപ്പിക്കരുത്. And no one should end their life by going after whatever we are thinking. പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ പുറത്തു വാ, നീ ഇപ്പൊ ഇരുട്ടില്ല, പുറത്തു വാ. വെളിച്ചം ചോദിച്ചു പുറത്തു വന്നു. And he asked for light, and the captain came out. ഇരുട്ടിൽ ഇരുന്നാൽ നിന്റെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് അറിയത്തില്ല. When you are in darkness, you do not know what is happening. ഇരുട്ടിൽ ഇരിക്കുന്നത് കൊണ്ടാ ഭാവിയെ കുറിച്ച് നല്ല കാഴ്ചപ്പാടില്ലാത്തത്. We cannot have a vision, positive view of our future and our life because we are in darkness. ഇരുട്ടിൽ ഇരിക്കുന്നത് കൊണ്ടാ നാളെയെ കുറിച്ച് ഒരു ഭാവിയുണ്ടെന്ന്, കുടുംബത്തിനൊരു ഭാവി, കുഞ്ഞുങ്ങൾക്കൊരു ഭാവി, ദൈവം ഒരുക്കുന്ന ഒരു മെച്ചമായ ഭാവി, ഫ്യൂച്ചർ ഇവിടെയും അവിടെയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്തത് പലരും ഇരുട്ടിലിരിക്കുന്നത് കൊണ്ട്. Many don't understand they have a future and a hope in life because they live in darkness. നോഹയും കുടുംബത്തെ ഓർത്ത ദൈവം, A God who remembered Noah and his family. ഇസ്രായേൽ മക്കളെ നടുവിൽ ഇറങ്ങി വന്നത് ഇന്ന് ദൈവം, A God who came down in the midst of God's people. അവരുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്ത ദൈവം, A God who solved their problems. ഇന്ന് പകൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ He is able to resolve any crisis and struggle that we face. നമ്മുടെ മധ്യത്തിലുണ്ട്. അവൻ നമ്മോട് സംസാരിക്കും, നമ്മെ വിടുവിക്കും, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തരും. ഇന്ന് കണ്ടത്, ഇന്നിപ്പോഴും മുമ്പിലുള്ളത്, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നിരാശപ്പെടരുത്, മടിക്കരുത്. നമ്മുടെ ദൈവം വഴി തുറക്കുന്നത്. Our God is a God who opened doors for you and me. ദൈവകർത്താവേ, വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.